ഏതൊരാളെ നോക്കിയാലും അവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ അവർ ഭയത്തിന് അടിമകളായി തീർന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ചിലർ യാതൊരു കാരണവുമില്ലാതെ ഭയപ്പെടും. വെറുതെ സങ്കല്പിച്ചുണ്ടാക്കുന്ന എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും അവരെ ഭയപ്പെടുത്തുന്നത്. ഒരുപക്ഷെ അവർ ചിന്തിക്കുന്ന കാര്യം ജീവിതത്തിൽ ഒരിക്കൽ പോലും അവർ നേരിടേണ്ടി വരില്ലായിരിക്കും. ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഭയം എന്ന ആ ഒരു ചിന്ത നമ്മെ ഭരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ പുറകോട്ടടിക്കുകയാണ്. മുന്നേറാൻ കഴിയുന്ന സാഹചര്യങ്ങൾ പോലും ഭയം നിമിത്തമായിട്ട് നമുക്ക് മുന്നേറാൻ കഴിയാതെ പോകും. എത്തെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർ ചിന്തയ്ക്കായി 34 സങ്കീർത്തനം 4 വാക്യം വായിക്കട്ടെ. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ചില പ്രതിസന്ധികളാണ് നമ്മെ ഭയത്തിലേക്ക് തള്ളിവിടുന്നത്. ചിലർ ഈ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ഭയപ്പെടാനൊന്നും മുതിരാറില്ല. അവർ അതിനെ ഏതെങ്കിലും നിലയിൽ അതിജീവിക്കാൻ ശ്രമിക്കും. അതായത് ധീരതയോടെ അതിനെ നേരിടും. പലപ്പോഴും ഇങ്ങനെ ധീരതയോടെ നേരിടണമെങ്കിൽ ദൈവാശ്രയബോധവും ഉണ്ടാവണം. അങ്ങനെ അതിനെ നേരിടാൻ ശ്രമിക്കുന്നവർ തീർച്ചയായും മുന്നേറും എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്, തർക്കമറ്റ കാര്യമാണ്. ചിലർ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മൗനികളാകും, പൊരുതാൻ പോകില്ല, പൊരുതിയാൽ ആപത്താണ് എന്നാണ് അവരുടെ ചിന്ത. മറ്റു ചിലരാകട്ടെ എന്തു പ്രശ്നം വന്നാലും അതിനെ കണ്ടില്ലെന്ന് നടിക്കും. കണ്ടില്ലെന്ന് നടിച്ചു എന്ന് വിചാരിച്ച് പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകുമോ? നെവർ, ഒരിക്കലുമില്ല. സാമാന്യമായി ചിന്തിച്ചാൽ ഇങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ അതീവ ശ്രദ്ധയോടെ കരുതേണ്ടതുണ്ട്. ഒന്നാമതായി, ആത്മവിശ്വാസത്തോടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിട്ടവരുടെ ചരിത്രം നമ്മൾ പഠിക്കണം. ഒരു കാര്യം, നമ്മളെ തന്നെ നാം ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന് വിധിക്കരുത്. പലരുടെയും പരാജയത്തിന്റെ കാരണം അവർ തന്നെയാണ്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലും കരകയറാൻ കഴിയില്ല എന്നുള്ള ചിന്ത അവരെ ഭരിക്കാൻ തുടങ്ങും. അതോടുകൂടി അവർ പോലും അറിയാതെ ദൈവാശ്രയബോധവും നഷ്ടപ്പെടും. ശിലായുഗത്തിൽ നിന്ന് അത്യന്താധുനിക കമ്പ്യൂട്ടർ യുഗത്തിലെത്തിയിരിക്കുന്ന നമ്മൾ, അല്ല AI യുഗമാണല്ലോ ഇപ്പോൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഇത്രത്തോളം പുരോഗതി കൈവരിച്ചിരിക്കുന്ന നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശിലായുഗത്തിൽ നിന്ന് ഒറ്റ ദിവസം കൊണ്ട് AI യുഗത്തിലേക്ക് നമ്മൾ എത്തിയില്ല. ഈ കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന മനുഷ്യർ അനവധി പ്രതിസന്ധികളിലൂടെ കടന്നുപോയപ്പോഴും തളരാതെ പോരാടിക്കൊണ്ടിരുന്നു. അവരിൽ പലരും അന്വേഷണ കുതുകികളായിരുന്നു. അങ്ങനെയാണ് അവർ പലതും കണ്ടെത്തിയതും കണ്ടുപിടിച്ചതും. നമ്മൾ കേട്ടിട്ടില്ലേ, നെസസിറ്റി ഈസ് ദ മദർ ഓഫ് ഇൻവെൻഷൻ. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. ഈ ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവത്തിന്റെ കീഴിലാണ് സകലതുമെന്ന് പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കുകയും ആ ദൈവത്തെ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യണം. ദൈവത്തിന് സകലതും സാധ്യമെന്നും ദൈവം സകലതും അറിയുന്നു എന്നും നാം വിശ്വസിക്കണം. 139 സങ്കീർത്തനത്തിൽ ദാവീദ് പാടുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു, എൻ്റെ നിരൂപണം ഒക്കെയും നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. തുടർന്ന് താൻ ഗ്രഹിച്ച ദൈവത്തെക്കുറിച്ച്, ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് വിവരിക്കുകയാണ് ദാവീദ് താഴോട്ട്. ഇങ്ങനെ സകലത്തിനും കഴിയുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മുടെ ഭയം ഓടിമറയാൻ തുടങ്ങും. അപ്പോസ്തലൻ പറയുന്നില്ലേ, പിശാചിനോട് എതിർത്ത് നിൽപ്പിൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അതുമൂലം നമ്മളിൽ ഭയം ജനിപ്പിക്കുന്നത് പിശാചാണ്. അത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും നമുക്ക് തന്നെ ആത്മവിശ്വാസമില്ലെങ്കിൽ എങ്ങനെയാണ് നാം ജയം കാണുക? പഴയ നിയമപിതാക്കന്മാരും പുതിയ നിയമത്തിലെ അപ്പോസ്തലന്മാരും ആരും ഒരു പ്രതിസന്ധിയുമില്ലാതെ മുന്നോട്ട് വന്നവരല്ല കേട്ടോ. അവരുടെയൊക്കെ ജീവിതത്തിൽ അനുഭവിച്ച പ്രതിസന്ധികൾ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയുന്നതിനപ്പുറമാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം അവർ മോചനം നേടി. നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യവും സാധ്യതകളും ഒക്കെ മാറ്റി നിർത്തിയിട്ട് ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഇവിടെ ദാവീദിന്റെ പ്രാർത്ഥന ഏറ്റവും ശ്രദ്ധേയമാണ്. ഇങ്ങനെയാണല്ലോ അത്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ വാസ്തവത്തിൽ താൻ പ്രാർത്ഥിച്ചത് എന്തായിരിക്കും, അപേക്ഷിച്ചത് എന്തായിരിക്കും? തന്നെ ഭയപ്പെടുത്തുന്ന സകലത്തിൽ നിന്നും ഒരു വിടുതൽ വേണമെന്നായിരിക്കുമല്ലോ താൻ പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി. ദാവീദിന് ഉത്തരം കൊടുത്തെങ്കിൽ അതേ ദൈവമാണ് ഇന്നും നമുക്ക് വേണ്ടിയുള്ളത്. നമ്മുടെ പിതാക്കന്മാരുടെ കൂടെ ഇരുന്ന അതേ ദൈവമാണ് നമ്മുടെ കൂടെയും ഉള്ളത്. ഭയപ്പെടുത്തുന്ന ചിന്തകളെ മാറ്റിയിട്ട് ശുഭപ്രതീക്ഷയോടെ, ശുഭാപ്തി വിശ്വാസത്തോടെ, ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയോടെ തുടർന്നുള്ള ദിവസങ്ങൾ മുന്നേറാൻ ശ്രമിക്കൂ. തീർച്ചയായിട്ടും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും.
ഈ വർഷം തീരാറായി പ്രിയരെ. 2024 ജനുവരി 1 തീയതി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ വിഷയങ്ങൾ ഒരുപക്ഷെ ഈ അവസാന മാസത്തിന്റെ ഈ ഒടുവിലേക്ക് എടുക്കുന്ന ദിവസങ്ങളിലും ഒരുപക്ഷെ പരിഹാരം ഉണ്ടായിട്ടില്ലായിരിക്കാം. അതിന്റെ അർത്ഥം ജീവിതത്തിൽ ഒരിക്കലും അതിന് പരിഹാരമില്ല എന്നല്ല കേട്ടോ. തീർച്ചയായിട്ടും ദൈവം അതിന് പരിഹാരം വെച്ചിട്ടുണ്ട്. ദർശനത്തിന് അവധി വെച്ചിട്ടേ ഉള്ളൂ, ക്യാൻസൽ ചെയ്തിട്ടില്ല കേട്ടോ. ആകയാൽ വിശ്വാസത്തോടെ നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. സകല ഭയങ്ങളിൽ നിന്നും വിടുവിച്ച് ധൈര്യത്തോടെ ചുവട് വിളിക്കുന്ന പുതിയ വർഷം കർത്താവ് എല്ലാവർക്കും നൽകട്ടെ. സ്വർഗീയ പിതാവേ, എല്ലാ പ്രിയമക്കൾക്കായിട്ടും സ്തോത്രം. എല്ലാവരോടും കരുണ കാണിക്കണമേ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും പ്രാർത്ഥനയോടെ ധൈര്യത്തോടെ നേരിടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിന്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.